ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജുബീസ് ഫുഡ് ലാബ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്കാലോപ്സ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സ്കാലപ്സ് ഒരു ഇറ്റാലിയൻ പ്രീമിയം ഷെൽഫിഷ് ആണ്. അത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഒരു റോസ്റ്റ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് കാണാം ഇതെങ്ങനെ റെഡിയാക്കാമെന്ന്. സ്കാലോപ്സ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും മുമ്പ് ഞാനിവിടെ സ്കാലോപ്സ് എടുത്തിട്ടുണ്ട്. ഇത് വളരെ ചെറിയ സ്കാലോപ്സ് ആണ്. ഇത് എനിക്ക് ഫ്രോസൺ ആയിട്ടാണ് ഇവിടെ കിട്ടിയത്. നമുക്ക് നാട്ടിൽ കിട്ടുന്ന കല്ലുമ്മക്കായ അങ്ങനത്തെ ഒരു ഷെൽഫിഷ് ആണ് ഇത്. അപ്പോൾ ഏറ്റവും മുമ്പ് നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, നമ്മുടെ കുരുമുളകിൻ്റെ പൊടി, അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്. ഇതെല്ലാം ഇട്ട് നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. കല്ലുമ്മക്കായനേക്കാളും കുറച്ചും കൂടി വലുതാണ് ഇതിൻ്റെ ഷെൽസ് ഉണ്ടാവുക. ഇവിടെ എനിക്ക് ഒരിക്കലും ഇത് ഷെൽസിൻ്റെ കൂടെ കിട്ടിയിട്ടില്ല. എപ്പോഴും നമുക്ക് ഫ്രോസൺ ആയിട്ടാണ് കിട്ടുക. അപ്പം നമുക്ക് എല്ലാ മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ പോണത്. മസാല ഒക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. നാട്ടിൽ എനിക്ക് അറിയില്ല ഇത് വാങ്ങാൻ കിട്ടുമോ എന്ന്. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സാധനം എന്തായാലും അവിടെ ഉണ്ടാവും. ഇതൊരു ഇറ്റാലിയൻ സീ ഫുഡാണ്. അപ്പം നമുക്ക് ഇത് ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബട്ടറിലാണ് ഇത് ഫ്രൈ ചെയ്ത് എടുക്കാൻ പോണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ഇതിനെ ഫ്രൈ ചെയ്ത് എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ നോർമൽ കുക്കിംഗ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ആയാലും ഒരു കുഴപ്പമില്ല. അതിൽ വേണമെങ്കിലും നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്കാലോപ്സ് ഇട്ട് കൊടുക്കാം. സ്കാലോപ്സിനെ കുക്കാവാൻ വേണ്ടി ഒരു 10 മിനിറ്റ് മതി. അതിനേക്കാളും കൂടുതൽ നമ്മൾ ഇത് ഓയിലിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വളരെ റബ്ബറി പോലെ ടേസ്റ്റ് ആവും. റബ്ബർ പോലെ ആവും ഇത്. ആ കാരണത്തോണ്ട് ഒരു 10 മിനിറ്റ് മാത്രം നമ്മളിത് വേവിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. പിന്നെ നമ്മൾ കുറച്ച് വീതിയുള്ള പാൻ എടുത്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യത്തിൽ തന്നെ നമുക്ക് ഫുൾ സ്കാലോപ്സ് ഇട്ടിട്ട് നമുക്കത് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും സ്കാലോപ്സ് ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഫ്രൈ പാൻ എടുത്ത് കഴിഞ്ഞാലാണ് നല്ലത്. വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷെൽഫിഷിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കാലോപ്സ് മേടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇറ്റാലിയൻ റെസിപ്പിയാണ്. അപ്പോൾ അവർ അതിൽ വേറെ ഹെർബ്സ് ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. പക്ഷെ ഞാൻ ഇതിനെ ഒരു ഇന്ത്യൻ സ്റ്റൈലിലാണ് മാരിനേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടി. ചെറുതായിട്ട് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിത് തിരിച്ചിടാം. അപ്പോൾ നമ്മളുടെ സ്കാലോപ്സ് ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. പെർഫെക്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് റോസ്റ്റുമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇടേണ്ടത് ഇതിൽ ഒരു 2 ഇൻഗ്രീഡിയൻറ്റ് കൂടി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കണം. വളരെ ഈസി റെസിപ്പിയാണ്. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്കാലോപ്സ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പകുതി നാരങ്ങേൻ്റെ ജ്യൂസ്,
അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മാരിനേറ്റ് ചെയ്യണ സമയത്ത് ഞാൻ നാരങ്ങ നീര് ഇട്ട് കൊടുത്തിട്ടുണ്ടായില്ല. ഏറ്റവും ലാസ്റ്റിലാണ് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നത്. എല്ലാം നമുക്ക് മിക്സ് ചെയ്യാം. ഗ്യാസ് ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സൂപ്പർ ഈസി ആയിട്ടുള്ള സ്കാലോപ്സ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റാർട്ടറായിട്ട് കഴിക്കാൻ വേണ്ടി നല്ല ഒരു സ്കാലോപ്സ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീൻ്റെ കൂടെ ഷെയർ ചെയ്യണം. കൂടെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ.